ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കേരള ഭൂമിശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയെക്കുറിച്ചാണെന്ന് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരള ഭൂമിശാസ്ത്രം അഥവാ ഭൂപ്രകൃതി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലനാട്, ഇടനാടും തീരപ്രദേശം. ഓക്കെ, പ്രധാനമായിട്ടും നമ്മുടെ പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് നമ്മൾ പറയുന്നത് മലനാട് എന്ന്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയിൽ 48% നമ്മുടെ മലനാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 75 സെൻറ്റിമീറ്ററോളം 75 മീറ്ററാണ്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ മലനാട് എന്ന് വിളിക്കുന്നത്. നമ്മുടെ 2695 മീറ്റർ നീളമുള്ള ആനമുടി, അത് നമ്മുടെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. നമ്മുടെ ഇടുക്കിയിൽ മൂന്നാർ പഞ്ചായത്തിൽ ദേവികുളം താലൂക്കിലാണ് നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നമ്മുടെ ഈ ആനമുടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത്. ഈ ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആനമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് പളനിമല. ഓക്കെ, ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതോ അത് ഏലമലയാണ്. അപ്പോൾ ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനമായ സുഖവാസ കേന്ദ്രം ഏതാണ്? നീലഗിരി. പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യാർ മലയുടെ ഉയരം എന്നറിയപ്പെടുന്നത് 1868 മീറ്ററാണ് കേട്ടോ. മനസ്സിലായല്ലോ. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി സർക്കാർ പ്രഖ്യാപിച്ച വർഷം എന്നറിയപ്പെടുന്നത് 2001. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എന്ന് പറയുന്നത് നെടുമങ്ങാടാണ് കേട്ടോ. നമ്മുടെ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് നമ്മുടെ മീശപ്പുലിമലയാണ്. നമ്മുടെ ചാർലിയിൽ പറയില്ലേ ദുൽഖർ, ആ മീശപ്പുലിമലയാണ് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്നറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടം ആണ്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ അഥവാ MAB പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് കേട്ടോ നമ്മുടെ അഗസ്ത്യാർകൂടം എന്നറിയപ്പെടുന്നത്. MAB പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയറാണ് അഗസ്ത്യാർകൂടം. മനസ്സിലായാലോ, 10ാമത്തെ ബയോസ്ഫിയറാണ് അഗസ്ത്യാർകൂടം. 2016 ഇത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതി വിഭാഗം അഥവാ കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം എന്നറിയുന്നത് നമ്മുടെ മലനാട് തന്നെയാണ് കേട്ടോ. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത് തേയില, കാപ്പി, റബ്ബർ, ഏലം തുടങ്ങിയവയാണ്. മനസ്സിലായല്ലോ. അപ്പം മറക്കരുത്, മലനാട്ടിലെ പ്രധാന കൃഷി തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയാണ്. വയനാട്, കുടക്, കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. ഓക്കെ, ഇനി നമുക്ക് ഇടനാടിനെ കുറിച്ച് നോക്കാം. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശങ്ങളെയാണ് നാം ഇടനാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയിൽ 42% അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഇടനാട് ഉള്ളത് കേട്ടോ. ഇടനാടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എന്നറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. നമ്മുടെ റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, പ്രധാനമായ ഗ്രാമ്പു, മരച്ചീനി, നെല്ല്, വാഴ എന്നിവയാണ് ഈ ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത്. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ അഥവാ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകളാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. മനസ്സിലാക്കുക, അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ് കേട്ടോ. ഇനി നമുക്ക് തീരപ്രദേശത്തിനെ കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% കേട്ടോ തീരപ്രദേശം ഉള്ളത്. മനസ്സിലാക്കുക, 10% മാത്രമേ തീരപ്രദേശമുള്ളൂ. 42% നമ്മുടെ ഇടനാടാണ്. 10% നമ്മുടെ തീരപ്രദേശമാണ്. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്ററാണ്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലവുമാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് എന്നറിയപ്പെടുന്നത് നമ്മുടെ ചേർത്തലയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴപ്പിലങ്ങാട് ബീച്ച്. അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൽമനൈറ്റും അഥവാ മോണോസൈറ്റും ആണ്. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ?
പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാടാണ്. മാറിപ്പോകരുത്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തൃശ്ശൂരുമാണ്. തീരപ്രദേശങ്ങളിൽ പ്രധാനമായും കാണുന്ന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത് നെല്ലും തെങ്ങുമാണ്. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം എന്നറിയപ്പെടുന്നത് മരുപ്രദേശമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇടനാട്, മലനാട്, തീരപ്രദേശം. മനസ്സിലായാലും മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കേ.